Page number 186, our occupation. Listen. All of us need food to eat and clothes to wear. We also need a house to live in. However, we need money to buy these things. So when we grow up, we have to do some work to earn money. Any work which will help us to earn money is called occupation. എന്താ occupation എന്ന് പറഞ്ഞാലേ? എന്താ occupation എന്ന് പറഞ്ഞാലേ? occupation എന്ന് പറഞ്ഞാൽ എന്താ? ജോലി അല്ലേ? occupation എന്ന് പറഞ്ഞാൽ ജോലി. Yes, listen. ഇപ്പൊ നമ്മൾ പറഞ്ഞു all of us need food to eat and clothes to wear. നമുക്ക് എന്ത് വേണം ജീവിക്കണമെങ്കിൽ? ഭക്ഷണം വേണം, വേണ്ടേ? അല്ലേ? every day we eat food, different types of eat. അല്ലേ? രാവിലെ എഴുന്നേറ്റ് നമ്മൾ എന്ത് ചെയ്യും? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കും, വൈകുന്നേരം വീണ്ടും ചായ കുടിക്കണം, പിന്നെയോ രാത്രി ആവുമ്പോ ഡിന്നർ കഴിക്കണം അല്ലേ? അപ്പൊ എവറി ഡേ വി നീഡ് ഫുഡ് അല്ലെ? ഫുഡ് ടു ഈറ്റ് ആൻഡ് ക്ലോത്ത്സ് ടു വിയർ. നമുക്ക് കഴിക്കാൻ ഭക്ഷണം വേണം, അതുപോലെ ധരിക്കണമെങ്കിൽ എന്ത് വേണം? ഡ്രസ്സ് വേണം അല്ലെ? ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? തിന്നാതിരുന്ന നമ്മൾ എന്ത് ചെയ്യും? മരിച്ചു പോവും. ഇനി ഉടുക്കാതിരുന്നാലോ? ഡ്രസ്സ് ധരിക്കാതിരുന്ന ആൾക്കാർ നമ്മൾ കളിയാക്കില്ലേ? യെസ്. വി ഓൾസോ നീഡ് എ ഹൗസ് ടു ലിവ് ഇൻ. നമുക്ക് കഴിക്കാൻ ഭക്ഷണം വേണം, ധരിക്കാൻ വസ്ത്രം വേണം, അതുപോലെ തന്നെ എന്ത് വേണം? താമസിക്കണമെങ്കിൽ വീട് വേണം. വി നീഡ് മണി ടു ബൈ ദീസ് തിങ്സ്. ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ, ഭക്ഷണ സാധനം വാങ്ങിക്കണമെങ്കിലും, ഇടാനുള്ള ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിലും, അതുപോലെ വീട് കെട്ടണമെങ്കിലും ഒക്കെ നമുക്ക് എന്ത് വേണം? എന്ത് വേണം? പണം വേണം, മണി വേണം. സോ വെൻ വി ഗ്രോ അപ്പ് വി ഹാവ് ടു ഡു സം വർക്ക് ടു ഏൺ മണി. അങ്ങനെ ഭക്ഷണം കഴിക്കാനും ഡ്രസ്സ് ധരിക്കാനും താമസിക്കാനുള്ള വീടൊക്കെ കെട്ടണമെങ്കിൽ നമുക്ക് പണം വേണം. പണം സമ്പാദിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഹൗ ഡു വി ഏൺ മണി? നമുക്ക് എങ്ങനെ പണം സമ്പാദിക്കാൻ കഴിയും? വി ഹാവ് ടു ഡു സം വർക്ക് അല്ലെ? നമ്മൾ ജോലി ചെയ്യണം. ജോലി ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് കിട്ടുള്ളൂ? ജെവിനെ, ജോലി ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? പണം കിട്ടുള്ളൂ. Any work which helps us to earn money is called an occupation. അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിക്കാനും, പിന്നെ we want to wear dress അല്ലെ? we want to build house to live in. ഇതൊക്കെ സാധിക്കണമെങ്കിൽ നമുക്ക് പണം വേണം. പണം നേടണമെങ്കിൽ we can earn money to do different works അല്ലെ? നമുക്ക് ഇതൊക്കെ കാര്യം സാധിക്കാൻ പണം ലഭിക്കണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? occupation എന്ന് പറയാ. മനസ്സിലായോ? any work which help us to earn money is called occupation. നമുക്ക് പണം സമ്പാദിക്കാൻ നമ്മൾ ചെയ്യുന്ന ജോലിനെയാണ് നമ്മൾ എന്ത് പറയാ? occupation എന്ന് പറയാ. മനസ്സിലായോ? നമുക്ക് we need food to eat, we need dress to wear, we need house to live in അല്ലേ? ഇതൊക്കെ വേണമെങ്കിൽ we can earn money to do different works. Any work which help us to earn money is called occupation. അങ്ങനെ വീടാക്കാനും ഡ്രസ്സ് ധരിക്കാനും പിന്നെ വീട് കെട്ടാനും അങ്ങനെയൊക്കെ പണം ഇതിനൊക്കെ വേണ്ടിയുള്ള പണം സമ്പാദിക്കാൻ നമ്മൾ ചെയ്യുന്ന ജോലിനെയാണ് നമ്മൾ എന്ത് പറയാ? occupation എന്ന് പറയാ. മനസ്സിലായോ എന്താ occupation എന്ന്? യെസ്. നെക്സ്റ്റ് പാരഗ്രാഫ്. Everyone cannot do the same type of work. People take up an occupation depending upon the need and what they can do. There are many kinds of occupations. People work as teachers, doctors, engineers, carpenters, cobblers, then tailors, vegetable and food sellers, and computer operators. Some people also work in offices. നമുക്കറിയാം അല്ലേ? നമുക്ക് പല തരത്തിലുള്ള ജോലി ഉണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യും? ഡോക്ടർ ആയിരിക്കും, ചില ആൾക്കാര് എഞ്ചിനീയർ ആയിരിക്കും, ചില ആൾക്കാര് മിസ്സിനെ പോലുള്ള ടീച്ചേഴ്സ് ആയിരിക്കും അല്ലെ? പിന്നെയോ ചില ആൾക്കാർ കാർപ്പന്റേഴ്സ് ആയിരിക്കും. കാർപ്പന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കാർപ്പന്റർ എന്ന് പറഞ്ഞാല്? കാർപ്പന്റേഴ്സ് എന്ന് പറഞ്ഞാല് മരത്തിന്റെ ഒക്കെ പണിയെടുക്കുന്ന അല്ലെ? നമുക്ക് ഡോറും വിൻഡോസും അതൊക്കെ ഉണ്ടാക്കി തരുന്ന മരത്തിന്റെ കുത്തുപണി എടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? കാർപ്പന്റേഴ്സ് എന്ന് പറയാ. ഇനി എന്താ കോബ്ലേഴ്സ് എന്ന് പറഞ്ഞാല്? കോബ്ലേഴ്സ് ചെരുപ്പൊക്കെ ഉണ്ടാക്കും, ചെരുപ്പ് തുന്നുന്നില്ലേ? അവരെയാണ് നമ്മൾ കോബ്ലേഴ്സ് എന്ന് പറയാ. ടൈലേഴ്സ് തയ്യൽക്കാര്. പിന്നെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് സെല്ലേഴ്സ് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ആൾക്കാര്.
കമ്പ്യൂട്ടറിന്റെ ജോലി ചെയ്യുന്ന ആൾക്കാര് അല്ലെ, ഇതൊക്കെയാണ് പലതരത്തിലുള്ള ജോലിക്കാര്. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള പലതരത്തിലുള്ള വർക്കേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും. We can see different types of workers in our society. Some of them are teachers, some of them are doctors, some of them are engineers, some of them are carpenters, cobblers, etc. are different workers in our society. Okay, yes. ഇപ്പം നമുക്കറിയാം അല്ലെ, ഇതൊക്കെയാണ്. ഇതൊക്കെ കൂടാതെ വേറെ എന്ത് ജോലിയുണ്ട്? ഇതൊന്നും ഇല്ലാത്തവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ പറയാതെ കുറെ ജോലികളില്ലേ? റബ്ബർ ടാപ്പിങ്ങിന് പോകുന്നവരുണ്ട്, പിന്നെയോ കൺസ്ട്രക്ഷൻ വർക്കിന് പോകുന്നവരുണ്ട്, ഡ്രൈവിങ്ങിന് പോകുന്നവരുണ്ട് അല്ലെ. ഈ ജോലിയൊക്കെ നമ്മൾ ചെയ്യുന്ന എന്തിനാ? നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകാൻ വേണ്ടി അല്ലെ, നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കണം, നമുക്ക് എന്ത് വേണം? പണം വേണം, ക്യാഷ് വേണം. ആ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു ബോധം വേണം. എന്താ? എന്റെ അച്ഛനും എന്റെ അമ്മയും നന്നായി പണിയെടുത്തിട്ടാണ് എന്തുണ്ടാകുന്നത്? ക്യാഷ് ഉണ്ടാക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ സ്കൂളിലൊക്കെ കൊണ്ട് അടയ്ക്കുന്നത് ഇല്ലേ? നമുക്ക് എക്സാം ആവുമ്പോ നമ്മുടെ MD പറഞ്ഞു, എന്താ എല്ലാവരും എന്ത് ചെയ്യണം? ഫീ അടക്കണം എന്ന് പറഞ്ഞു അല്ലെ. അച്ഛനും അമ്മയും എന്ത് ചെയ്തു? ബുദ്ധിമുട്ടുള്ള അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്തു? അവര് പണിയെടുത്ത പൈസയാണ് സ്കൂളിൽ കൊണ്ട് അടച്ചത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ബോധം വേണം? എന്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ക്യാഷ് തരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നന്നായി പഠിക്കണം എന്നുള്ള ബോധം വേണം അല്ലെ. അല്ലേ ജെവിനെ? അല്ലേ? ആർക്കെങ്കിലും വെറുതെ മരത്തിന്റെ മുകളിൽ നിന്നൊക്കെ ക്യാഷ് പറിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ആരെങ്കിലും വീട്ടിൽ തനിയെ ക്യാഷ് ഉണ്ടാവുന്നവരുണ്ടോ? ഇല്ല. ഇതൊന്നും ഇല്ല. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ക്യാഷ് കിട്ടുള്ളൂ. അപ്പൊ ചെലവാക്കുമ്പോ നമ്മുടെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട പണിയെടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണിയെടുത്ത ക്യാഷ് ആണ് സ്കൂളിൽ കൊണ്ട് അടയ്ക്കുന്നതിനുള്ള ബോധം എല്ലാവർക്കും വേണം കേട്ടോ. ഇന്ന് മുതൽ എല്ലാവരും നന്നായി പഠിക്കാം. ഓക്കെ, അപ്പൊ കണ്ടോ ടീച്ചറിനെ കണ്ടോ? ടീച്ചർ, can you see the pictures? Teacher, doctor, carpenter, then cobbler, കണ്ടോ ചെരുപ്പ് ഉണ്ടാക്കുന്നയാൾ cobbler, tailor, fruits, vegetable and fruit seller. These are the different workers in our society. Okay, next paragraph, next heading, farming. എന്താ മക്കളെ farming എന്ന് പറഞ്ഞാല്? farming എന്ന് പറഞ്ഞാൽ എന്താ? കൃഷി ചെയ്യാ അല്ലേ? In our country, a large number of people live in villages. Farming is their main occupation. Farmers grow many types of crops such as food grains, pulses, oilseeds, sugarcane, cotton, jute, tea, spices, vegetables and fruits. ഇതൊക്കെ കൂടാതെ ഞാൻ പറഞ്ഞ കുറെ ആൾക്കാരുണ്ടല്ലേ, ഡോക്ടേഴ്സിനെയും ടീച്ചേഴ്സിനെയും കാർപ്പന്റേഴ്സിനെയും ഒക്കെ കൂടാതെ ഒരു കൂട്ടരാണ് ആര്? ഫാർമേഴ്സ് ഇല്ലേ? ഫാർമേഴ്സ് അറിയില്ലേ? ഫാമേഴ്സ് ഫാമിങ് ചെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ പട്ടിണിയാ അല്ലേ മക്കളെ? അല്ലെ? ഫാമേഴ്സ് വിചാരിക്കും ഞാൻ ഇനി ഒന്നും കൃഷി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ചോറുണ്ണാൻ അരി ഉണ്ടാവില്ല, പച്ചക്കറികൾ ഉണ്ടാവില്ല അല്ലെ? ഇൻ അവർ കൺട്രി എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ലിവ് ഇൻ വില്ലേജസ്. അപ്പൊ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ പോലെ അല്ലെ. ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കാര് മെയിൻ ആയും എന്ത് ജോലിയാ ചെയ്യാന്നറിയോ? ഫാമിംഗ്, കൃഷിയാണ് നടത്തുക. അവരെന്തൊക്കെയാ കൃഷി ചെയ്യാ നോക്ക്? ഫാമേഴ്സ് ഗ്രോ മെനി ടൈപ്സ് ഓഫ് ക്രോപ്സ്. പല തരത്തിലുള്ള സാധനങ്ങളാണ് ഫാമേഴ്സ് കൃഷി ചെയ്യുക. എന്തൊക്കെയാ നോക്ക്? ഫുഡ് ഗ്രെയിൻസ്, അതായത് നമ്മുടെ റൈസ്, വീറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ. ഫുഡ് ഗ്രെയിൻസ്. പൾസസ്, എന്താ പൾസസ് എന്ന് പറഞ്ഞാല്? പൾസസ് എന്ന് പറഞ്ഞാൽ എന്താ? പയറ് വർഗ്ഗങ്ങള് അല്ലെ? പയറ്, നട്ട്സും കാര്യങ്ങളൊക്കെ പയറ് വർഗ്ഗങ്ങള്. ഓയിൽ സീഡ്സ്, ഓയിൽ ഉണ്ടാക്കുക, ഓയിലിന്റെ വിത്തുകള്. ഷുഗർ കെയിൻ, കരിമ്പ്. കോട്ടൺ, പരുത്തി അല്ലെ? ടീ, ചായപ്പൊടി. പിന്നെ സ്പൈസസ്, സ്പൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കൊറിയാണ്ടർ, ചില്ലി, ടർമറിക് അങ്ങനെയുള്ള സാധനങ്ങൾ, മസാല കൂട്ടുകൾ. വെജിറ്റബിൾസ്, പച്ചക്കറികൾ. ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് ആര് കൃഷി ചെയ്യുക? ഫാമേഴ്സ് അല്ലെ? In our country, most of the people living in villages, then farming is their main occupation. They grow different crops are there in their own field, such as food grains, pulses, cotton, jute, tea, sugarcane, spices, vegetables, etc. Got it? Have you understood? മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? മിസ്സിന് തമ്പ് തന്നെ. Good. Okay. Next paragraph. A farmer needs flat land and good soil to grow crops. He also needs water. This water comes from rain as well as tanks, wells, canals and tube wells.
ഈ ഫാർമറിന് എന്ത് വേണം? ഫാമിംഗ് നടത്തണമെങ്കിൽ എന്ത് വേണം? എന്താ വേണ്ടേ? വെറുതെ ഇങ്ങനെ നമുക്ക് ഫാമിംഗ് നടത്താൻ പറ്റുമോ? നടത്താൻ പറ്റുമോ സിദ്ധാന്തേ? വെറുതെ നമുക്ക് ഫാമിംഗ് നടത്താൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്തൊക്കെ വേണം അതിന്? എന്ത് വേണം? നല്ല ഫ്ലാറ്റ് ലാൻഡ്, കുന്നൊന്നുമില്ലാത്ത നല്ല നിരപ്പായ സ്ഥലം വേണം അല്ലെ? നല്ല ഫ്ലാറ്റ് ലാൻഡ്. വി നീഡ് ഫ്ലാറ്റ് ലാൻഡ് ടു ഡു ഫാമിംഗ്. യെസ്. പിന്നെന്ത് വേണം? ഗുഡ് സോയിൽ, നല്ല മണ്ണ് വേണം. നല്ല നിരന്ന സ്ഥലം മാത്രം മതിയോ? നിരന്ന സ്ഥലത്ത് കുറെ കല്ലുപൊടി കൊണ്ടിട്ടാൽ അവിടെ ഫാമിംഗ് നടക്കോ? ഇല്ല. ഗുഡ് സോയിൽ, നല്ല മണ്ണ് വേണം. പിന്നെന്ത് വേണം? വാട്ടർ, വെള്ളം വേണ്ടേ? നമ്മൾ നല്ല ഫ്ലാറ്റ് ആയ ലാൻഡിൽ കൊണ്ടുപോയി നല്ല മണ്ണൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി കുറെ പച്ചക്കറി നട്ടു കഴിഞ്ഞാൽ അവിടെ വളരും അത്? ഇല്ല. അതിനെന്ത് വേണം? വാട്ടർ അല്ലെ? വാട്ടർ വേണം. they need water to grow, വളരാൻ വെള്ളം വേണം. this water comes from rain, മഴ പെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എന്തുണ്ടാവുള്ളൂ? വെള്ളം ഉണ്ടാവുള്ളൂ അല്ലെ? മഴവെള്ളം, അതുപോലെ ടാങ്കിൽ കളക്ട് ചെയ്ത വെള്ളം, പിന്നെ കിണറിൽ നിന്നുള്ള വെള്ളം, കനാലിൽ നിന്നുള്ള വെള്ളം, കുഴക്കിണറിൽ നിന്നുള്ള വെള്ളം, ഇങ്ങനെയുള്ള വെള്ളമൊക്കെ ഉപയോഗിച്ചാണ് അവർ എന്ത് ചെയ്യുക? കൃഷി നടത്തുക. മനസ്സിലായോ? in our country most of the people living in villages, farming is their main occupation. They grow different types of food grains, different types of vegetables, pulses, etc. Okay. Yes. A farmer needs flat land to do farming. നല്ല നിരപ്പായ സ്ഥലം വേണം. പിന്നെന്താ വേണ്ടേ? ഗുഡ് സോയിൽ, നല്ല മണ്ണ് വേണം. വാട്ടർ, മനസ്സിലായോ? ഫ്ലാറ്റ് ലാൻഡ്, good soil, water are needed to grow crops. അല്ലേ? needed to farming നടത്തണമെങ്കിൽ ഈ 3 സാധനങ്ങൾ അത്യാവശ്യമാണ്. ഏതൊക്കെ സാധനങ്ങളാ ഫാമിംഗ് നടത്താൻ അത്യാവശ്യമായ 3 സാധനങ്ങൾ ഏതൊക്കെയാ പറഞ്ഞേ? ഫ്ലാറ്റ് ലാൻഡ്, good soil, water. Flat land, good soil, water. These are the 3 important things needed to do farming. Okay, മക്കളെ മനസ്സിലായോ? Yes. ഇത്രയും മനസ്സിലായിരുന്നു. കൈ കാണിച്ച മിസ്സിന് തമ്പ് തന്നെ. ഗുഡ്. സിദ്ധാന്തന് മനസ്സിലായി? സിദ്ധാന്തേ? ഓക്കെ. മിസ് കണ്ടു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് പാരഗ്രാഫ്. Some farmers also keep cattle on their farms. Cattle like cows, buffaloes give milk. Bullocks are used to plough fields. Some cattle give us meat. We get eggs and chicken from poultry farms. Sheep are reared in dry mountainous areas. We get wool from sheep. നമുക്കറിയാം പച്ചക്കറി മാത്രം മതിയോ? ഇങ്ങനെയുള്ള സാധനം കൃഷി ചെയ്താൽ മാത്രം മതിയോ? അതോടൊപ്പം എന്തും കൂടി ഉണ്ട്. ചില ആൾക്കാർ നമുക്കറിയാം വലിയ ഫാമേഴ്സിന്റെ അടുത്ത് പോയാൽ അവര് പച്ചക്കറി കൃഷി ഉണ്ടാവും. അതോടൊപ്പം എന്തുണ്ടാവും? എന്ത് ഫാം ഉണ്ടാവും മക്കളെ? പശുക്കളുടെ ഒക്കെ തൊഴുത്തല്ലേ? പശുക്കളെ വളർത്തും. കണ്ടിട്ടില്ലേ? പശുക്കളെ വളർത്തുന്നത് അല്ലെ? പശുക്കൾ ഉണ്ടാവാം. പിന്നെന്തുണ്ടാവും? പശുവും ബഫലോ ഒക്കെ നമുക്ക് എന്ത് തരും? പാല് തരും അല്ലെ? കൗസ് ആൻഡ് ബഫലോസ് ഗിവ് മിൽക്ക്. പശുവും കവും ബഫലോയും നമുക്ക് പാല് തരുന്ന മൃഗങ്ങളാണ്. അതോടൊപ്പം നമ്മൾ എന്തിനെ വളർത്തും? ബുള്ളോക്സ്. എന്താ ബുള്ളോക്സ് എന്ന് പറഞ്ഞാല്? ബുള്ളോക്സ് എന്തിനാ ഉപയോഗിക്കുക? കാള. എന്തിനാ അത്? നമ്മുടെ പ്ലഫ് ചെയ്യാൻ വേണ്ടി അല്ലെ? ഫീൽഡ്, നമ്മുടെ കണ്ടം, കൃഷി ചെയ്യുന്ന കൃഷിസ്ഥലം പ്ലഫ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തിനെ? ബുള്ളോക്സിനെ. അതുപോലെ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു കൗസ് ആൻഡ് ബഫലോസ് ഗിവ് മിൽക്ക്. പശുവും ബഫലോ ഒക്കെ നമ്മള് മിൽക്ക് തരുന്നു. അതുപോലെ ഇറച്ചി തരുന്ന ഒരുപാട് മൃഗങ്ങളുണ്ട്. ഇല്ലേ? കഴിക്കാറില്ലേ? ബീഫ് കഴിക്കാറില്ലേ? പോർക്ക് കഴിക്കാറില്ലേ? റാബിറ്റിനെ കഴിക്കാറില്ലേ? നമുക്ക് അതുപോലെ പാല് തരുന്ന മൃഗങ്ങളുണ്ട്. അതുപോലെ മീറ്റ് തരുന്ന മൃഗങ്ങളും ഉണ്ട്. പിന്നെ നമുക്കറിയാം എഗ്, മുട്ട തരുന്നത് ഏതാ? മുട്ട എന്താ തരിക? കോഴി ഫാം ഉണ്ടാവും അല്ലെ? കോഴി, ചിക്കൻ, നമുക്ക് ചിക്കൻ മീറ്റ് ആയി കിട്ടും. അതുപോലെ മുട്ട കിട്ടുന്ന ഫാം ഉണ്ട് അല്ലെ? പൗൾട്രി ഫാം. എന്താ പൗൾട്രി ഫാം എന്ന് പറഞ്ഞാല്? കോഴിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ ആടിനെ വളർത്തും. ആടിനെ വളർത്താറില്ലേ? ആടിനെ വളർത്തി എന്ത് കിട്ടും? ആടിൽ നിന്ന് പാലും കിട്ടും. അതുപോലെ ഇറച്ചിക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്കറിയാം, നമുക്ക് ചെമ്മരി ആടിൽ നിന്ന് എന്തുണ്ടാക്കും?
വൂൾ ഉണ്ടാക്കും. രോമം ഉപയോഗിക്കാറില്ലേ? ചെമ്മരിയാടിന്റെ തൊലി കൊണ്ട് നല്ല നല്ല ബാഗും നല്ല നല്ല ചൂടുള്ള കുപ്പായം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കും? നമ്മള് ചെമ്മരിയാടിന്റെ തൊലി ഉപയോഗിക്കും അല്ലെ? അപ്പൊ നോക്കി, നമ്മൾ ഇന്ന് പഠിച്ചത് ഫാമിങ്ങിൽ എന്തൊക്കെ പഠിച്ചു? അഗ്രികൾച്ചറൽ ഫാമിംഗ്, അതായത് farmers grow different types of food grains, pulses, vegetables, etc. പിന്നെ farmers need 3 basic needs അല്ലെ? Farmers have 3 basic needs such as good soil, flat land and water. ടോഷിൻ yes. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഫാമേഴ്സിന് പശുവിനെ വളർത്തുന്ന ഫാമേഴ്സ് ഉണ്ട്, ആടിനെ വളർത്തുന്ന ഫാമേഴ്സ് ഉണ്ട്, കോഴിനെ വളർത്തുന്ന ഫാമേഴ്സ് ഉണ്ട് അല്ലെ? ഇപ്പൊ പാല് തരുന്ന മൃഗങ്ങളുണ്ട്, അതുപോലെ നമ്മൾ ഇറച്ചിക്ക് ഉപയോഗിക്കുന്ന മൃഗങ്ങളുണ്ട് അല്ലെ? അത്രയൊന്ന് വായിച്ചു നോക്കിയേ മക്കളെ, അത്രയൊന്ന് വായിച്ചു നോക്കിയേ. All of you read. Naja, please read. Naja, മോനെ അജിസലെ ക്യാമറ ഓഫ് ചെയ്യല്ലേ, പഠിക്ക്, അല്ല വായിച്ചേ. ഫവാസേ വായിച്ചേ മോനെ, ഫവാസ്. ഓക്കെ, ഫിനിഷ് ആയോ? ഓക്കെ, ജെവിൻ എന്താ മോനെ? സിദ്ധാന്തേ എന്താ മോനെ? സിദ്ധാന്ത് ഫോണിൽ ചാർജ് ഇല്ല, എന്നാ ലീവ് ചെയ്തോ. സ്വിച്ച് ഓഫ് ആവുന്നത് വരെ നോക്കിട്ടോ. ഓക്കെ, ജെവിൻ അൺമ്യൂട്ട് ആൻഡ് റീഡ്. ജെവിൻ ജേക്കബ് ജോയ്, please unmute and read. All of us need food to eat and clothes to wear. We also need a house to live in. However, we need money to buy these things. So when we grow up, we have to do some work to learn money. Any work which helps us to learn money is called an observation. Everyone cannot do
the same type of work people take up an observation depending upon their need and what they can do. There are carpenters, globbers, tailors, vegetables and fruit sailors and Computer operators. computer operators. Some people also work in office. Okay, please stop there. Next one. Ajisale, ഒന്ന് വായിച്ചേ മോനെ. Ajisale, unmute and read. Farming. In our country, a large number of people live in villages. Farming is their main occupation. Farmers grow many types of crops such as food grains, pulses, oil seeds, sugar cane, cotton, jute, tea, spices, vegetables and fruits. Okay, please stop there, Mone. Ajisale, please stop there. Next one, Alan Matthew Dilip. Teas, spices, vegetables, and fruits. A farmer needs flat and good soil to grow crops. He also needs water. This water comes from rain, as well as tanks, wells, canals, and wells. Some farmers also keep cattle on their farms. Cattle like cows and buffaloes give milk. Bullocks are used to pull fields. Some cattle give us meat. We get eggs and chicken from poultry farms. Sheep are raised in dry mountains area. We get wool from sheep. Many occasions. Okay, please stop there. Next, ആദ്യം മുതലേ ഫസ്റ്റ് എത്ര നേരം പഠിപ്പിച്ചത് നമ്മള്? അടുത്തത് ആരാ വായിക്കാ? സെൽന. ഓക്കെ, സെൽന. നെക്സ്റ്റ് വൺ നജയാണ് കേട്ടോ. സെൽന കഴിഞ്ഞ ഉടനെ നജ. All of us need food to eat and all of us ആണ്. All of us need food to eat and clothes to wear. We also need a house to live in. However, we need money to buy those things. So these things. We have to do some work to earn money. Any work which helps us to earn money is called an occupation. Everybody cannot do the same type of work. People take up an occupation depending upon their need and what they can do. There are many kinds of occupation. People work as teachers, doctors, engineers, carpenters, robbers, vegetables and fruit and fruit seller and computer operators. Some people are in office. Okay, please stop. Please stop, Mole. Selna, please stop there. Naja.
farming in our country. A large number of people live in villages. Farming is their main occupation. Farmers grow many types of crops such as food grains, pulses, oil seeds, sugar cane, cotton, sugarcane, cotton, jute, tea, spice, vegetables, and fruits. A farmer needs flat land and good soil to grow crops. He also needs water. This water comes from rain as well as tanks, wells, canals, and tubewells. Okay, please stop the canals and tubewells. Okay. Next one. Jomal. Jomala vaise mone next paragraph. Mone Jomale. Okay. Jomal endo facing problem. Range problem no. Okay. Toshin next one. Toshin. Some farmers and also keep cattle on their farms. Cattle like crows and cattle like cows and buffaloes give milk. Give milk. Bullocks are used to plough. Are used to plough fields. Some cattle give us milk. Give us meat. When we get eggs and can from poultry farms. Poultry farms. Sheep are bred in dry mountainous areas. We get wool from sheep. Okay. Okay, Mane, please stop. Okay, our time കഴിയാനായി. ഇപ്പോ ഇന്നത്തെ lesson എന്ത് ചെയ്യണം? Read 3 times. How many times? All of you please read the lesson 3 times. After your reading, ask your parents to put the sign on it. Okay? And send me through WhatsApp. Okay? Okay. അപ്പൊ നമ്മളിപ്പോ ആദ്യമേ രാവിലെ പറഞ്ഞതാണ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നമ്മുടെ കഴിഞ്ഞ സെമസ്റ്റർ 1 ഒക്കെ കഴിഞ്ഞു. ഇന്ന് മുതൽ എല്ലാവരും നല്ല കുട്ടികളാണ്. സെമസ്റ്റർ 2 അല്ലേ? എല്ലാവരും നന്നായി പഠിക്കുക. അന്നുള്ള കാര്യങ്ങൾ നന്നായി പഠിക്കുക. നല്ല മാർക്ക് വാങ്ങിക്കുക. നല്ല മക്കളാകുക. ഓക്കെ? ഓക്കെ. See you in the next class. Tata, bye bye. Bye bye. See you.